ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മിറാക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസുമായി റെസനേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. Queen of Wands, King of Swords, the Devil, Eight of Cups, Eight of Wands, the High Priestess, Four of Pentacles, Justice. ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. ഓക്കെ, ചില വ്യക്തികൾ ഇപ്പോൾ അവഗണിക്കപ്പെട്ട സിറ്റുവേഷനിലൂടെ കടന്ന് പോയ വ്യക്തികളുണ്ടാകാം. ഈ ഒരു ടൈമിൽ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ, അല്ലെങ്കിൽ അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർ കുറ്റപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടിൽ സ്ട്രഗിൾ ചെയ്ത് നിന്ന വ്യക്തികളോട് കാണുന്നുണ്ട്. ബട്ട് നൗ അവരെന്തായാലും അവർക്കൊരു സ്റ്റേബിളായ ഒരു പൊസിഷനിലേക്ക് അവരെത്തുന്നു എന്ന് തന്നെയാണ്. ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള, അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷനെ അത്രയും ഇൻവോൾവ് ആയി തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ പേഴ്സൺസ് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവർക്ക് അത്രയും ബ്ലെസ്സിങ്സും അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ അവഗണിച്ച അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയ വ്യക്തികൾ തന്നെ അവരുടെ അടുത്തേക്ക് വരാനും അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരു സ്റ്റേബിളായ പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ഇനി വരുന്ന ഒരു നെക്സ്റ്റിൽ നിങ്ങളിപ്പോൾ ഒരുപാട് ഇമോഷണലായിട്ട് മാനസികമൊക്കെ ആയിട്ട് ഒരുപാട് ബോൾഡായിട്ട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറാൻ പോകുന്നുണ്ട്. ചിലരുടെ ലൈഫിലൊക്കെ കുറച്ചും കൂടിയും അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മെയിൽ എനർജി, ഒരു മെൻറ്റർ, അത് മോസ്റ്റ്ലി ഒരു മെയിൽ എനർജിയുടെ ഒരു ഇതാണ് കാണുന്നത്. ആരെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു മാർഗ്ഗദർശനം തരാനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു മെൻ്റൽ പവറിന് വേണ്ടിയിട്ട് വരുന്നൊരു പേഴ്സൺ അവിടെ കാണുന്നുണ്ട്. പിന്നെ പലരും ഒരു ടോക്സിക് റിലേഷനിൽ കൂടെയൊക്കെ കടന്നു പോയ വ്യക്തികൾ കാണുന്നുണ്ട്. ഭയങ്കരമായൊരു ടോക്സിക് റിലേഷനിലൂടെയൊക്കെ പോയി അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലൂടെ പോയത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബാഡ് ഹാബിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. കൂടുതലും ഇവിടെ കാണുന്നത് റിലേഷൻഷിപ്പിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ടുള്ളൊരു ഇടപെടലിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ നിങ്ങളൊരു ടോക്സിക്കായ ഒരു പേഴ്സൻ്റെ കൂടെ ലൈഫ് ലീഡ് ചെയ്യാണ് അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടുമാറാൻ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ ആ ഒരു ഹെഡേക്കിൽ നിന്ന് നിങ്ങൾക്ക് റിലീസാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇമോഷണലായിട്ട് എന്തായാലും ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ കഴിഞ്ഞ ആ ഒരു ബ്ലാക്ക് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മാറാനായിട്ട് ഇവിടെ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ടോട്ടലി അത് മാറിപ്പോകാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിലും ബട്ട് യു വിൽ ബി ഓവർകമ്മിങ് ദാറ്റ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമുക്കിവിടെ 2 8 എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു മൊമെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഇല്ലാതെ നിന്നിരുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹോപ്പ് വരുന്നുണ്ട്. സ്പീഡായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ദൂരത്തേക്ക് പോകുന്ന നിങ്ങൾ എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് നിങ്ങളുടെ ആ ഒരു ഡിസിഷൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ ലോങ് ടേം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ സ്പിരിച്വലി കണക്റ്റ് ആകാൻ പോകുകയാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ശരിയല്ലാത്ത വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ശരിയല്ലാത്ത ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ, നിങ്ങളുടെ അവബോധം തന്നെ നിങ്ങൾക്ക് അതിനൊരു ആൻസർ തരുന്ന ഒരു സിറ്റുവേഷനിൽ വരും. നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും കാര്യങ്ങളും വരുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. എന്തായാലും നിങ്ങളുടെ അവേക്കൻ ആവാൻ പോകുകയാണ്. നിങ്ങളുടെ ഒരു അവബോധം, ഇൻഡ്യൂഷൻ അവേക്കനിങ് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ കണക്ഷൻ ഒരുപാട് ഡീപ്നെസ്സിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പണം എങ്ങനെയാണ് ചിലവാക്കേണ്ടത്, എന്തിനാണ് ചിലവാക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ചിലവാക്കാൻ പാടില്ലാത്തത് എന്നുള്ള നല്ലൊരു ബോധ്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അതുപോലെ തന്നെ റിലേഷൻ്റെ കാര്യമായാലും എവിടെയാണ് ബന്ധത്തിന് നമ്മളൊരു ഹോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളിപ്പോൾ ഈ ഒരു ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ലെസണായി തന്നെ നിങ്ങളത് പഠിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇതുവരെ കടന്നുപോയ ഹേർഡിൽസ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് എല്ലാത്തിനും കൂടിയിട്ടൊരു നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നെ കിട്ടാൻ പോകുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ
നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളിൽ നിങ്ങൾ കുറ്റക്കാരായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ജസ്റ്റിസ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും ഒരു ഡാർക്ക്നെസ് മാറിയ ഒരു ലൈറ്റ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിൽ നിങ്ങളിൽ ഒരു ട്രാൻസിഷനാണ് സംഭവിക്കുക. അത് ഇമോഷണൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലെ കാര്യത്തിലായാലും ഇതെല്ലാം മിക്സ് ആയിക്കൊണ്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു എബ്രോഡ് പോകാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരുന്നതാണ്. നിങ്ങൾക്കൊരു ഒരാൾ കോണ്ടാക്ട് ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളൊരു നിങ്ങൾക്കൊരു ലൈറ്റ് നിങ്ങളുടെ തലയിൽ തന്നെ ഒരു തെളിയുന്നൊരവസ്ഥ വരും ഉടനെ തന്നെ. എന്തായാലും നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകാൻ പോവാണ്. അതുപോലെ സ്പിരിച്വൽ കണക്ഷനും കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സ്ട്രഗിൾ ഫേസ് അത് ഉടനടി മാറുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ റീഡിംഗ് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്തെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.